ഇസ്രായേലുമായി വെടിനിർത്തലിന് ഒടുവിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ സമ്മതിച്ചതിന് കാരണങ്ങൾ നിരവധിയുണ്ട്. പ്രധാനമായും ലബനീസ് ജനതയുടെ എതിർപ്പ് തന്നെയാണ് ഹിസ്ബുള്ളയെ തൽക്കാലത്തേക്ക് കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത്. കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന മനോഹരമായ ഈ രാജ്യത്തെ ഇപ്പോൾ നരകതുല്യമാക്കി മാറ്റി. അതും ഹിസ്ബുള്ള തീവ്രവാദികളാണ്. അതേസമയം ഹമാസ് ഭീകരർ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റിയതുപോലെ ഹിസ്ബുള്ള വീടുകൾ ഇത്തരത്തിൽ അവരുടെ ആയുധപ്പുരകളായി സൂക്ഷിച്ചു. എന്തായാലും 14 മാസം നീണ്ടുനിന്ന ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലുകൾക്ക് താൽക്കാലിക വിരാമമിട്ട് വെടിനിർത്തൽ കരാർ ഇന്നലെ നിലവിൽ വന്നു. ഇസ്രായേൽ മുന്നറിയിപ്പിനെ തുടർന്ന് ലബനന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയ ജനങ്ങൾ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ വീടുകളിലേക്ക് തിരികെ എത്തി. 2 മാസത്തെ വെടിനിർത്തലാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ ധാരണയിലെത്തിയത്. ദക്ഷിണ ലബനനിൽ ആയുധങ്ങൾ അടക്കമുള്ള ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഉണ്ടാകരുതെന്നും ഇസ്രായേലി സൈന്യം അതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്നാണ് വെടിനിർത്തലിലെ ധാരണ. എന്നാൽ വെടിനിർത്തൽ ധാരണകളെ മുഴുവൻ എങ്ങനെ പ്രാബല്യത്തിലാക്കും എന്നതിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ സാധാരണക്കാരടക്കം 3700 പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് ലെബനൻ സ്ഥിരീകരിക്കുന്നത്. അതേസമയം ഏറ്റുമുട്ടലുകളിലായി ഇസ്രായേലിൽ 130 പേർ മരിച്ചെന്നാണ് കണക്ക്. ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴും ഗസ യുദ്ധത്തെക്കുറിച്ച് ഇതിൽ യാതൊരു പരാമർശവുമില്ല. നിലവിൽ നിരവധി ഇസ്രായേലുകൾ ഹമാസിന്റെ തടങ്കലിലുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിൽ ഗസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ തന്റെ ഗവൺമെന്റ് ശ്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ആശ്വാസമായ ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വെടിനിർത്തൽ ഇനി നാളുകൾ നീണ്ടു നിൽക്കുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ ആശങ്കയുണ്ട്. അതേസമയം 2 മാസത്തേക്കാണ് വെടിനിർത്തൽ എന്ന് പറയുമ്പോഴും ചർച്ചകൾ ഇപ്പോഴും നടന്നു വരികയാണ്. ചിലപ്പോൾ ഇതിന്റെ ഭാഗമായി ഒരുപക്ഷെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കും, അതും പൂർണ്ണമായി തന്നെ. എന്തായാലും നിരവധി ഭീകരരെ കൊന്നൊടുക്കിയാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോയത്. ഇസ്രായേലിൽ നിന്നുള്ളവരെ ഹമാസ് ഹിസ്ബുള്ള സംഘം ബന്ദികളാക്കി വയ്ക്കുകയും ചെയ്തിരുന്നു. ലെബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ വ്യക്തമാക്കിയത്. വെടിനിർത്തൽ നിർദ്ദേശം നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകരിച്ചതോടെയാണ് യുദ്ധം അവസാനിക്കുന്നത്. നേരത്തെ തന്നെ ഹിസ്ബുള്ള വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇക്കാര്യം അറിയിക്കാനായി ലോകത്തെ അഭിസംബോധന ചെയ്തിരുന്നു. എന്തായാലും വളരെ അധികം ആശങ്കകൾക്ക് വിരാമം വിട്ടുകൊണ്ടാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്.